അപ്പോൾ ഇന്ന് നമുക്ക് തുലിപ്പ് ഫ്ലവേഴ്സ് വരച്ചാലോ? അപ്പോൾ അതിന് ഞാൻ ഈ യെല്ലോ കളറ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ യെല്ലോ കളറിന് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഒരു ക്രീം കളർ യെല്ലോ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. പിന്നെ അതിന് നമ്മൾ ഓറഞ്ച് കളറും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറും ഓറഞ്ച് കളറും എല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇതേപോലെ ഒരു എസ്തെറ്റിക് ലുക്ക് ആക്കിയെടുക്കണം. ഒരു എസ്തെറ്റിക് ലുക്ക് ആയി എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഫ്ലവർ വരയ്ക്കാം. ഫ്ലവറിന് ഞാൻ ആദ്യം ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുത്തത്. പക്ഷേ അതൊരു ഭംഗിയില്ല എന്ന് തോന്നി. അപ്പോൾ ഞാനത് റെഡ് കളറാക്കി മാറ്റി. കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, തുലിപ്പ് ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തുലിപ്പ് ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇതിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാടാണ് കേട്ടോ. എനിക്ക് കുറച്ചൊരു ടഫായിട്ടാണ് തോന്നിയത്. ഈ റെഡ് കളർ ഫ്ലവറിന് നമ്മൾ കുറച്ചൊരു ഷാഡോ വരുന്നിടത്ത് നമ്മൾ കുറച്ച് ഡാർക്ക് മെറൂണും പിന്നെ നമ്മൾ ലൈറ്റിംഗ് എഫക്റ്റ് വരുന്ന സ്ഥലത്ത് കുറച്ചൊരു ഓറഞ്ച് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം കേട്ടോ. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സിനൊരു റിയലിസ്റ്റിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് ഷൈനിങ് എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് കൊടുക്കണം. പിന്നെ ഈ ഫ്ലവറിൻ്റെ ലീഫും വരയ്ക്കുന്നത് നമ്മൾ ആദ്യം കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുക്കുക. അതിൻ്റെ ഒരു ഹാഫ് പോർഷന് ഡാർക്ക് ഗ്രീനും പിന്നെ ഹാഫ് പോർഷൻ ലൈറ്റ് ഗ്രീനും ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഡാർക്ക് ഗ്രീൻ വരച്ച് കൊടുത്തിട്ട് പിന്നെ ലൈറ്റ് ഗ്രീന് ഇനി ഒരു സൈഡിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈസിയാണ് ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈറ്റ് ഗ്രീൻ കളറിൽ നമ്മൾ അതിൻ്റെ തണ്ടൊക്കെ വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നെക്സ്റ്റ് എന്ത് പെയിൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ട്രൈ ചെയ്യാം.